ഇന്ന് ലോക എയ്ഡ്സ് ദിനമാണ്. അപ്പോൾ നമുക്കൊരു ഡോക്ടറുടെ സന്ദേശത്തോടു കൂടി നമുക്ക് പുത്തൻപുലരി അവസാനിപ്പിക്കാം. കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ കമ്മ്യൂണിറ്റി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ടീന മേരി ജോയ് ലോക എയ്ഡ്സ് ദിനത്തെപ്പറ്റി സംസാരിക്കുന്നു. ഈ റിപ്പോർട്ടോടുകൂടി നമ്മുടെ പുത്തൻപുലരി അവസാനിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ടീന മേരി ജോയ്. ഞാൻ അമൃതയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര എയ്ഡ്സ് ദിനത്തെക്കുറിച്ചാണ്. ഡിസംബർ 1 എല്ലാ വർഷവും നമ്മൾ ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നുണ്ട്. എന്താണ് ഈ ആചരണത്തിൻ്റെ ഒരു പ്രത്യേകത? എന്തിനു വേണ്ടിയാണ് ഈ ആചരണം? നമ്മൾ എല്ലാ വർഷവും ഇത് ആചരിക്കുന്നത് പ്രമുഖമായിട്ടും 4 പതിറ്റാണ്ടിലേറെയായി നമ്മൾ തുടങ്ങിയ ഒരു യുദ്ധമാണ്, എയ്ഡ്സിനെതിരെയുള്ള ഒരു യുദ്ധം. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്ന് എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എയ്ഡ്സ് മൂലം മരണമടഞ്ഞ വ്യക്തികൾ, അനാഥമാക്കപ്പെട്ട കുടുംബങ്ങൾ, അവരെയൊക്കെ നമുക്ക് ഓർക്കാനും അതിനെതിരെ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ ഊർജം പകരാനുമുള്ള ഒരു ദിനമായിട്ടാണ് നമ്മൾ ലോക എയ്ഡ്സ് ദിനത്തെ ആചരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം എയ്ഡ്സ് കുറഞ്ഞു വരികയാണ് എന്നാണ്. ആ കണക്കുകൾ ശരിയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകമൊട്ടുക്ക് ഒരു 39.3 ദശലക്ഷം വ്യക്തികൾ ഇപ്പോഴും രോഗബാധിതരായി കഴിയുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രം നമുക്ക് ഏകദേശം 2.5 ദശലക്ഷം വ്യക്തികൾ എയ്ഡ്സ് മൂലം ദുരിതം അനുഭവിക്കുന്നവരാണ്. ഈ എയ്ഡ്സ് എന്ന ഈ രോഗത്തിനെതിരെയുള്ള ഈ ദിനത്തിൻ്റെ WHO ആചരിക്കുമ്പോൾ അതിനൊരു തീം അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് അവകാശങ്ങളുടെ പാത പിന്തുടരൂ, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ്. എയ്ഡ്സ് എന്ന് കണക്കാക്കപ്പെടുന്ന രോഗം മിക്കവാറും സമൂഹത്തിലെ താഴേക്കിടയിലുള്ള വ്യക്തികളുടേതായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. നിർധനരും പാവപ്പെട്ടവരും രോഗം മൂലം പുറത്തിറങ്ങാൻ വിഷമിക്കുന്നവരുമായ വ്യക്തികൾക്ക് അവർക്കൊരു സ്വരം പകരുക, അവരുടെ അവകാശത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവാന്മാരാവുക, അവരെയും ബോധവൽക്കരിക്കുക എന്നതാണ് ഈ എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രത്യേകത. ഈ രോഗം വരാനുള്ള കാരണം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ്. ആ പേരിൽ ഉൾപ്പെടുന്നുണ്ട് ആ വൈറസിന് ചെയ്യാൻ പറ്റുന്ന ദോഷങ്ങൾ. മനുഷ്യൻ്റെ പ്രതിരോധ ശേഷിയെ തകർക്കുക എന്നുള്ളതാണ് ഈ വൈറസിൻ്റെ പ്രമുഖമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് വരുന്ന വ്യക്തികളാണെങ്കിലും ഇതുപോലെ തന്നെ പ്രതിരോധ ശേഷി കുറവുള്ളവർ, പാവപ്പെട്ട വ്യക്തികൾ, ഈ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ, അതുപോലെ മറ്റസുഖങ്ങൾ മൂലം പ്രതിരോധ ശേഷി കുറഞ്ഞവർ, സാധാരണയായി ക്ഷയരോഗികൾ മുതലായവർക്കും ഈ HIV വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മളെ ഈ രോഗത്തിന് കൂടുതൽ സസെപ്റ്റബിൾ ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ രോഗമായിട്ടാണ് HIV കണക്കാക്കുന്നത്. ഈ രോഗത്തെ നമ്മൾക്ക് എങ്ങനെ തടയാൻ സാധിക്കും? സുരക്ഷിതമായ ലൈംഗിക ബന്ധമാണ് പ്രമുഖമായിട്ടുള്ള വഴി. അതേപോലെ പങ്കാളിയോടുള്ള വിശ്വസ്തത, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാകുമ്പോഴാണ് ഈ രോഗം കൂടാനുള്ള സാഹചര്യം വരുന്നത്. അതുപോലെ ഇപ്പോൾ ഇത് പ്രിവലൻ്റായി കാണുന്നത് ഇൻജെക്റ്റബിൾ ഡ്രഗ് യൂസേഴ്സ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ പരസ്പരം നീഡിൽസ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് ഈ രോഗം പടരാനുള്ള സാഹചര്യം വർദ്ധിക്കുന്നത്. അപ്പം അതിനെതിരെ അവരെ ബോധവാന്മാരാക്കുക, സേഫ് അല്ലെങ്കിൽ അണുവിമുക്തമായ നീഡിൽസ് ഉപയോഗിക്കാനുള്ള അങ്ങനെയുള്ള ബിഹേവിയർ ചേഞ്ച് അവരിലേക്ക് കൊണ്ടുവരിക എന്നതാണ് പ്രമുഖമായിട്ടുള്ള ഒരു കാര്യം. അതുപോലെ രോഗബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജസിൽ തന്നെ ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിനുള്ള രോഗബാധ തടയാൻ നമുക്ക് സാധിക്കും. വേറെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ഈ രോഗം വരാൻ സാധ്യതയുള്ളതാണ്, പ്രത്യേകിച്ചും ആരോഗ്യ പ്രവർത്തകർ. അപ്പം ആരോഗ്യ പ്രവർത്തകർക്ക് ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ വളരെയധികം അത്യാവശ്യമാണ്. വാർഡിലുള്ള ബ്ലഡ് സ്പില്ലേജ് അല്ലെങ്കിൽ ഒരു നീഡിൽ സ്റ്റിക്കിൽ നിന്നുള്ള ഇഞ്ചറി, ഇങ്ങനെയുള്ള വ്യക്തികൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിരോധത്തിന് വേണ്ടിയുള്ള മരുന്നിന് വേണ്ടി അപ്രോച്ച് ചെയ്യണം. അപ്പം ആദ്യത്തെ 72 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന റെജിം സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗം വരാനുള്ള സാധ്യത തുലോം കുറവാണ്. രോഗബാധിതയാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്ന സംശയമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്
പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന മരുന്ന് തേടുകയാണ്. ഇത് എല്ലാ ഗവൺമെൻറ് ഹെൽത്ത് സെൻ്ററിലും ഫ്രീ ആയി കൊടുക്കുന്ന ഒരു മരുന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു 3 ഡ്രഗ് റെജിമാണ്. അത് ഹെൽത്ത് സെൻ്ററിൽ ചെന്ന് നമ്മുടെ HIV സ്റ്റേറ്റസ് ടെസ്റ്റ് ചെയ്യുക. ഹെൽത്ത് സെൻ്ററുകളിൽ ജ്യോതിസ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ HIV ടെസ്റ്റിംഗ് ആൻഡ് കൗൺസിലിംഗ് ആണ് അവിടെ മെയിനായിട്ട് നടക്കുന്നത്. ആ കൗൺസിലിങ്ങിന് ശേഷം നിങ്ങൾക്ക് രോഗബാധ ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ ഒരു 3 ഡ്രഗ് റെജിമാണ് സാധാരണയായി സജസ്റ്റ് ചെയ്യുന്നത്. ടിനോഫോവിർ, ലാമിവുഡിൻ, റാൽട്ടിഗാവർ എന്നീ 3 മരുന്നുകളുടെ ഒരു കോമ്പിനേഷൻ ഡ്രഗാണ് ആദ്യത്തെ 72 മണിക്കൂറിനുള്ളിൽ നമ്മൾ എടുക്കേണ്ടത്. ചില സാഹചര്യങ്ങളിൽ 28 ദിവസങ്ങൾ വരെ ഇത് തുടരാനും അവർ ആവശ്യപ്പെടും. അപ്പോൾ ഈ ജ്യോതിസ് സെൻ്ററുകളിൽ എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഈ സുരക്ഷിതമല്ലാത്ത ജീവിത രീതികളെക്കുറിച്ചുള്ള കൗൺസിലിങ്ങും അതിനെതിരെ എടുക്കേണ്ട മുൻകരുതലുകളും അവർ പറഞ്ഞു തരും. അതുകൂടാതെ നമ്മൾക്കിനി ART ചികിത്സ വേണമെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് സെൻ്ററുകളിൽ ഉഷസ് ക്ലിനിക്കുകൾ വഴിയും ഈ ചികിത്സ കൊടുക്കുന്നുണ്ട്. അപ്പോൾ HIV എന്ന രോഗം ഒരു പ്രാവശ്യം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാൻ ഉള്ള സാഹചര്യം കുറവാണ്. പക്ഷേ നല്ല മരുന്നുകളിലൂടെ അത് കൺട്രോൾ ചെയ്ത് നിർത്താനും സുരക്ഷിതമായ ജീവിത രീതികളിലൂടെ മറ്റുള്ളവർക്ക് അത് പകരാതെ നമുക്ക് അത് തടയാനും ഉള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ ഈ ലോക എയ്ഡ്സ് ദിനത്തിൽ ഈ ഒരു മെസ്സേജാണ് എല്ലാവർക്കും കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എയ്ഡ്സ് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു അസുഖമാണ്, നമുക്ക് തടയാൻ സാധിക്കുന്ന ഒരു അസുഖമാണ്. ഇനി അതിനുള്ള സാഹചര്യം വരാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹെൽത്ത് സെൻ്ററുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിലോ ചെന്നിട്ടുണ്ടെങ്കിൽ അത് തടയാനുള്ള മരുന്നും നമുക്ക് അവൈലബിൾ ആണ്. അതല്ല നിർഭാഗ്യവശാൽ ഈ രോഗം പിടിപെട്ടുവെങ്കിലും അതൊരു ജീവിതത്തിൻ്റെ അവസാനമായി കരുതേണ്ട ആവശ്യമില്ല. ഇപ്പം ലഭിക്കുന്ന മരുന്നുകളിലൂടെ സംതൃപ്തമായ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനും സാധിക്കും.